എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സിമ്പിൾ സ്റ്റൈൽ ഗൈഡ്. ഐ ആം മിസ്സസ് ഷൈനിമോ ജോസഫ്. ഐ ആം എ ടീച്ചർ. ഡിയർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ദ പവർ ഓഫ് എൻകറേജ്മെൻറ്റ്. നമ്മൾ കുട്ടികളുടെ ഓരോ നേട്ടത്തിനും അവർക്ക് കൊടുക്കുന്ന ഒരു പ്രശംസയുണ്ടല്ലോ, അഭിനന്ദനങ്ങൾ, അത് തീർച്ചയായിട്ടും അവരുടെ ആത്മവിശ്വാസത്തെ വളർത്തും. ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ ഒരു പ്രോഗ്രാമിന് പോവുകയാണെന്ന് ഓർത്തു. ആ സമയത്ത് അവരുടെ മാതാപിതാക്കളോ ടീച്ചേഴ്സും പറയുവാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കിനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചെന്നാൽ, നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ മനസ്സിൽ ആ ക്ലാസ് റൂമിലെ ഓർമ്മകൾ ഒരു സന്തോഷം നിറഞ്ഞതാകട്ടെ. അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നോ, നമ്മുടെ ക്ലാസ് ഒരു ഹ്യൂമർ സെൻസോടുകൂടി ക്ലാസ് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കരുത് കേട്ടോ, ക്ലാസ്സിൽ കിടന്ന് ബഹളം വെച്ച് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ലെസൺസ് പഠിപ്പിക്കുന്ന സമയത്ത് അല്പം തമാശകളോടി അത് കണക്റ്റ് ചെയ്ത് പറയുമ്പം നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കും. ക്ലാസ്സിന് തന്നെ ഒരു ഉണർവുണ്ടാകും. അവർ വീട്ടിൽ ചെന്ന് പഠിക്കാനായിട്ടിരിക്കുമ്പോഴും ആ ക്ലാസ്സിൽ വെച്ച് തന്നെ അവർക്ക് പകുതിയും കിട്ടിയിട്ടുണ്ട്. അപ്പം അവർ വീണ്ടും വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം അടുത്ത ദിവസം അവൻ സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ വരും. ടീച്ചറിന് സന്തോഷം, കുട്ടികൾക്കും സന്തോഷം. അത് തന്നെയല്ല, ഇവർ ഇവിടെ നിന്ന് പോയാൽ പോലൂടെ, ഇവർ വലുതായെന്നാൽ പോലൂടെ അവരുടെ ആ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച ആ അനുഭവങ്ങളൊക്കെ എന്നും അവരുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം കൊടുക്കുന്ന ഒന്നാണ്. ഇന്ന് രാവിലെ എന്നെ ഒരു പേരൻ്റ് വിളിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നോ, അവരുടെ കുട്ടിക്ക് പെട്ടെന്ന് വിഷമം വരും, സങ്കടം വരും, ഒന്നിനെയും അങ്ങ് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ, ഈ ലോകത്തിൽ എല്ലാവർക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ പ്രോബ്ലത്തിനും പക്ഷേ ഒരു സൊല്യൂഷനുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മുടെ വൈദഗ്ധ്യമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലേ? നമുക്കറിയാം, ഒരു കട്ടിലിൽ ദുഃഖം ഉണ്ടെങ്കിൽ അടുത്ത കട്ടിലിൽ തീർച്ചയായും സന്തോഷം പൊതിച്ച് കിടപ്പുണ്ട്. ഒരു രാവും പുലരാതിരിക്കില്ല, ഒരു മഴയും തോരാതിരിക്കില്ല. എല്ലാ താഴിനും താക്കോലുണ്ട്. ഇപ്പം നമുക്ക് ഒരു താഴിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ താഴ് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വിദഗ്ധനായ ഒരാളെ വിളിച്ച് ആ പൂട്ട് തുറക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ബോധ്യം കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശരിക്കും പേരൻസിനാണ് കൂടുതൽ സമയം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ഇക്കാര്യത്തിൽ ഇപ്പം കുട്ടിയുടെ ഈ വിഷമത്തിലൊന്നും അവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചെന്നാൽ, പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിലും കുറേ കുട്ടികളുണ്ട്, അല്ലേ? ഇന്നിപ്പോൾ ഒരു കുട്ടി, രണ്ട് കുട്ടി അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. അപ്പം അത് തന്നെയല്ല, പണ്ടത്തെ പിണക്കങ്ങളൊക്കെ വെറും നിസ്സാര കാര്യത്തിനായിരുന്നു. ഇന്നിപ്പോൾ ഈ പിള്ളേരെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കുക. അല്ല, കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ നമ്മൾ അതിനൊരു നിയന്ത്രണം വെക്കുക. കൂടുതലും ഇവർക്ക് ഈ വാശിയൊക്കെ വരുന്നത് ഈ ഫോണിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞെന്നാൽ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ, ടീച്ചേഴ്സും പാരൻസും അവരുടെ നല്ലൊരു കൂട്ടുകാരായിരിക്കുക. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത ദിവസം ഞാൻ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.